ഇതവണ പറഞ്ഞോളി. എത്ര പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, എത്ര പ്രൊഡക്റ്റ് കൊടുത്തു? ഞാൻ 3 പ്രൊഡക്റ്റ് നിലവിൽ ഉപയോഗിക്കുന്നുണ്ട്. ഐ കെയർ, ഐ കോഫി, ഐ സ്ലിം എത്ര പ്രൊഡക്റ്റ്? നിലവിൽ 3 പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. ഐ പ്രോഡക്റ്റ് കെയറും ഐ പേഴ്സും ഐ കോഫി അല്ലേ? ഐ കെയർ, ഐ സ്ലിം, ഐ കോഫി. ഐ കോഫി. ഈ 3 ഉപയോഗിച്ചിട്ട് ഇപ്പൊ ആരോഗ്യത്തിന്റെ സ്ഥിതി എങ്ങനെയുണ്ട്? ഒരു പുഷ്ടിയൊക്കെ വന്നോ? ഒരു ഊർജ്ജം ഉണ്ടോ? എനർജി ഉണ്ടോ? അടിപൊളിയല്ലേ? അടിപൊളിയാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ ഏകദേശം ഐ കെയർ യൂസ് ചെയ്യുമ്പോഴേ ഐ കെയർ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി സ്ലീപ്പിനോടൊപ്പം തന്നെ നമുക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ. കാരണം ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ബിസിനസ്സിൽ ലൈവ് എന്ന് പറയാനില്ല. ഞാൻ ഓഫ് സ്ക്രീനിലാണല്ല, വീഡിയോ ഓൺ ആക്കാൻ പറ്റാണ്ടാണ്. ചില കാര്യങ്ങൾ കൊണ്ട് പറ്റായിക ഉണ്ടാവും. പക്ഷെ എന്നാലും ലൈവായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്, വേറെ എവിടെയും പോണില്ല. നമ്മളെല്ലാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. സാറായാലും ഏത് ലീഡേഴ്സും പറയണത് നമ്മൾ ആ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പൊ കുറച്ച് ഒരു കാര്യം ഇടപെട്ടോടെ. ജിതാ മേഡത്തിന് പിന്നെ കാല് സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോ സാറെ ഇതൊന്ന് നോക്കിയേ, സാറേ ഇതൊക്കെ ഒരു മാറ്റം വന്നു എന്ന് പറഞ്ഞ് അവരുടെ ആ ഫോട്ടോ കാണിച്ചു തന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അത് സന്തോഷമായി. കാരണം ദൈവം ചിലപ്പോ ഇപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊടുത്തത് കാല് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മൊത്തത്തിൽ ക്ലിയർ ആയി, മൊത്തത്തിൽ ക്ലിയർ അതെ, ആയി. അത് ഫുള്ളും ക്ലിയർ ആയി സാറേ. അപ്പൊ ഞാനിപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പലർക്കും പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ട് നിങ്ങൾക്ക് അവരോട് ആ ഫീലിംഗ് എപ്പോഴും മുനീർ സാർ പറയുന്ന ആ ഒരു പോയിന്റ് ആണ് ഞാൻ ശ്രദ്ധിക്കുക. കാരണം ഫീലിംഗ് നമുക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. നമുക്ക് എന്താണോ കിട്ടിയത് ആ ഫീലിംഗ് നമ്മൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് അത് ഉപയോഗിച്ച ആൾ പറയണതും ഉപയോഗിക്കാത്ത ആള് പറയണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് അതെന്റെ കോൺഫിഡൻസിൽ അയാൾക്ക് ട്രാൻസ്ഫർ ആവും. അപ്പൊ എനിക്ക് സൗദിന്ന് ഒരാൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അയാള് എന്നോട് പറഞ്ഞ എന്താണ്, എത്ര പ്രൊഡക്റ്റ് വേണം എങ്ങനെയെന്നൊക്കെ ചോദിച്ചാൽ എത്ര എണ്ണം ആണ് മിനിമം. അപ്പൊ ഞാൻ 4 എണ്ണം എടുത്തോ, അപ്പൊ അതാണ് നല്ലതെന്നാണ്. അപ്പൊ അതായത് ആള് നിങ്ങളെ റിസൾട്ട് കണ്ടിട്ട് സൗദിന്ന് ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു അല്ലെ? അങ്ങനല്ല, ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് സൗദിന്ന്. അപ്പൊ ഞാൻ ആളെ ഞാൻ കൺവിൻസ് ചെയ്യണം. അപ്പൊ തന്നെ ആള് ഒരു 5-6 മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നു. ഈ ഐ കോഫി അല്ല, ഇതൊന്നും വലിയ ഗുണമൊന്നും ഇല്ല, കഴിക്കുമ്പോ ഒരു ഇത്തിരി മാറ്റം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കുറച്ച് മെസ്സേജസ് അങ്ങോട്ട് അയച്ചു തന്നു. ആഹാ. എല്ലാവർക്കും ഗ്രൂപ്പിലൊന്നും ഞാൻ എന്റെ റിസൾട്ട് ഇടാറില്ല. പക്ഷെ ഒരാളെ കൺവിൻസ് ചെയ്യാൻ അത് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എന്റെ സ്വന്തം റിസൾട്ട് അവർക്ക് ഇട്ടുകൊടുക്കും. ഞാൻ ഇട്ടുകൊടുത്തു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ ലെവലിൽ നിന്നും എന്റെ ഈ ഒരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അത് ഐ കോഫിയുടെ മാത്രം പവറാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. വിത്ത് എവിഡൻസ് നമുക്ക് അവരവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയ ആ സ്പോട്ടിലാണ് 12,400 കിട്ടുന്നത്. അടിപൊളി, ആളുടെ ഫ്രണ്ട്സ് അടിപൊളി, നെഗറ്റീവ് അയച്ചിട്ട് ഫോർവേഡ് ചെയ്തത്, മനസ്സിലായ? അപ്പൊ അടിപൊളി. അത് ഞാൻ നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഏത് പ്രൊഡക്റ്റ് ആണോ ഉപയോഗിച്ചത്, എന്ത് റിസൾട്ട് ആണോ നിങ്ങൾക്ക് ഉണ്ടായത്, നിങ്ങളത് കറക്റ്റ് ആയിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഇവിടെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന 2-3 ആളുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നെജ്മ മേഡം, അതേപോലെ തന്നെ അമിന മേഡം. അവർക്കുണ്ടായ റിസൾട്ടാണ് അവർ ആ കോൺഫിഡന്റ് ആയിട്ട് മറ്റൊരാളെ കൺവിൻസ് ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്. ഇവിടെ അതിനാണ് ഇരിക്കുന്ന നമ്മളടുത്ത് പറയുന്നത്, നമ്മൾ തന്നെ വാങ്ങുന്ന ആദ്യത്തെ 2 കേസ് പ്രൊഡക്റ്റ് നമ്മൾ തന്നെ 3 കേസ് പ്രൊഡക്റ്റ് നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ മതി. 6 ഭർത്താവും 6 ഭാര്യയും, 6 ഭർത്താവും 6 ഭാര്യയും, അത് മതി. അവർക്കുണ്ടാകുന്ന അതെ, എല്ലാ അതെ. പ്രശ്നങ്ങളും അതോടുകൂടി തരും. ഇത് വിൽക്കണം എന്ന് പറഞ്ഞോ ഇല്ല, കൊടുക്കണം എന്ന് പറഞ്ഞോ ഇല്ല, നമ്മൾ തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ. 2-2.5 വർഷത്തിലധികമായി സാറേ ആ ഒരു മുറിവ്. സാറിനൊക്കെ അറിയാം. ഉനൈ സാറിനായാലും മുനീർ സാറൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കണതാണ് എന്തായി, ഹെൽത്ത് എങ്ങനെയായി എന്നൊക്കെ ചോദിക്കും. അത് ക്യൂർ ആയപ്പോ ഞാൻ എന്ത് ചെയ്തു, മുനീർ സാറിന് ഇട്ടുകൊടുത്തു. സാറേ അത് ക്യൂർ ആയി എന്നുള്ളത്. അപ്പൊ അത് അടിപൊളി. ചിലപ്പോ ദൈവത്തിന്റെ ഒരു പ്ലാനിങ് ആയിരിക്കാം. അതെനിക്കത് ആ കാലിന് റെസ്റ്റ് കിട്ടാണ്ടായിരിക്കും അതങ്ങനെ ക്യൂർ ആവാണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്നില്ല, അവിടെ പ്രഷർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറി എന്നുള്ളതാണ്. പിന്നെ ഓക്കെ. 5 പ്രൊഡക്റ്റ്. ഓക്കെ. 5 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കേട്ടല്ലോ. ആ റിസൾട്ട് ഉള്ളത് കൊണ്ട് പ്രൊഡക്റ്റ് പോയി. ഇത്ര മതി. അല്ലാതെ വേറെ കുറെ ഇതിനെ കുറിച്ച് ഐതിഹാസിക കഥകളും 2027 വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും എഐനെ പറ്റിയും കൂടുതൽ പഠിച്ചിരിക്കണം വേണ്ട. സെയിൽസിൽ എന്തും പഠിക്കണം വേണ്ട, കച്ചവടത്തിൽ എന്തും പഠിക്കണം വേണ്ട.
സ്വയം റിസൾട്ട് ഉണ്ടായാൽ മതി, സ്വയം റിസൾട്ട് ആളുകൾ കാണിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അടിപൊളി ജിതാമണം. താങ്ക് യു, താങ്ക് യു ജിതാമണം, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ഷൈനി മേഡം, ഷൈനി മേഡം കേൾക്കുന്നുണ്ടോ? ഷൈനി മേഡം ഒന്ന് ഓടി വരും. കേൾക്കുന്നുണ്ട് സർ. ഓക്കെ, ഷൈനി മേഡം പറയും. പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണ്, ഞാൻ കൊടുക്കുകയാണ്, എന്താ ചെയ്തത്? ഈ ആഴ്ച 2 പ്രൊഡക്റ്റ് കൊടുത്തു. എത്ര പ്രൊഡക്റ്റ്? 2 പ്രൊഡക്റ്റ്. 2 പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഐഗ്ലോയും ഒരു ഐപ്പൾസും. ഒരു ഐഗ്ലോയും ഒരു ഐപ്പൾസും. ഒരു ഐഗ്ലോയും ഐപ്പൾസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ഥിരം കസ്റ്റമർക്കാണോ അതോ? ഒന്ന് ഐഗ്ലോ വേണമെന്ന് പറഞ്ഞു. അവര് ആദ്യം ഐപ്പൾസ് ഉപയോഗിച്ചു. ഐപ്പൾസ് കഴിയാറായി എന്ന് പറഞ്ഞപ്പോ ഒരു ഐഗ്ലോ ഇന്നലെ ഓർഡർ ചെയ്തു. ഓക്കെ, അടിപൊളി. അപ്പൊ സാധനത്തിന് ഓർഡർ ഉണ്ട് അല്ലേ? നിലവിൽ ഈ ആഴ്ച എത്ര കൊടുത്തു? ഇപ്പൊ ജിതാമയുടെ 5 കൊടുക്കുന്നുണ്ട്. എത്ര കൊടുത്തു ഇപ്പൊ ഈ ആഴ്ച? ഈ ആഴ്ച 2 കൊടുത്തു. ഇനി നാളെ 2 കൂടി ഓർഡർ ചെയ്യുന്നുണ്ട്. അതിന്റെ സ്ഥിരം കസ്റ്റമർ ആണ്. സ്ഥിരം കസ്റ്റമർ നാളെ വേണം. അതെ. ഓക്കെ, അടിപൊളി. അപ്പൊ വളരെയധികം സന്തോഷം ഷൈനി മേഡം അറിയിച്ചതിൽ. കേട്ടല്ലോ ഷൈനി മേഡത്തിന് അങ്ങനെ പേഴ്സണൽ റിസൾട്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും? അല്ല, ഐപ്പൾസ് ഉപയോഗിക്കാറുണ്ട്. എന്റെ പേഴ്സണൽ റിസൾട്ട് ഇല്ല. കൊടുക്കുന്ന കസ്റ്റമർക്ക് റിസൾട്ട് ഉണ്ട്. റിസൾട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റ് അല്ലേ? അതെ. അടിപൊളി. അപ്പൊ എല്ലാരും കേട്ടല്ലോ, ഷൈനി മേഡത്തിന് അടിപൊളി റിസൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോ അശോകൻ സാർ കേൾക്കുന്നുണ്ടോ? ഓ, കേൾക്കുന്നുണ്ട് സാറേ. ഓക്കെ, പറയും. ഞാനിപ്പം വീട്ടില് ഐപ്പിൾസും പിന്നെ ഐക്കോഫി ക്രീമർ ഉപയോഗിക്കുന്നുണ്ട്. ഐപ്പിൾസും ഐക്കോഫി ക്രീമറും പൊടിച്ചു അതെ, ഉപയോഗിക്കുന്നുണ്ട്. ഐപ്പിൾസ് വൈഫ് ഉപയോഗിക്കുന്നതാണ്. തൈറോയിഡിന് കൂടിയിട്ട് വേദന ഉണ്ടായിരുന്നു. അപ്പോ വേദന കൂടിയപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണിക്കേണ്ട, ഐപ്പിൾസ് കഴിച്ചാൽ മതി എന്ന്. ഇപ്പോൾ 2ാമത്തെ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. വേദനയൊക്കെ പോയി, കുഴപ്പമൊന്നുമില്ല, റെഡി ആയി. അടിപൊളി. അപ്പൊ റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ റിസൾട്ട് ഉണ്ട്. പിന്നെ ഒരു ഐപ്പിൾസ് ഇന്നലെ മെഞ്ഞാന്ന് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ട്രോക്ക് വന്ന പേഷ്യൻ്റ് ആണ്. അവര് റേഞ്ച് ഓഫീസറാണ്. അപ്പൊ ഞാൻ ആദ്യം പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ അവർ തയ്യാറായില്ല. പക്ഷെ അവരെ ഓഫീസിലുള്ള ഒരാൾ ഐപ്പിൾസ് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയ കാര്യം മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ് ഐപ്പിൾസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടു കൊടുത്തു. അപ്പൊ റിസൾട്ട് പിന്നെ പക്കയാണ്. അതെ അതെ അതെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് രാവിലെ 2 എൻക്വയറി വന്നിട്ടുണ്ട്. അവരിപ്പം കോണ്ടാക്ട് ചെയ്യണം. ഓക്കെ, അടിപൊളി. അപ്പോ കാര്യങ്ങൾ കേട്ടല്ലോ സുഹൃത്തുക്കളെ. കച്ചവടം നടത്താൻ ഇത്രേ ഉള്ളൂ. കൂടുതലൊന്നും എന്ത് ചെയ്യണ്ട, നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യം ഇല്ല. അടിപൊളി. അശോകൻ സാർ നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടല്ലോ. പേഴ്സണൽ റിസൾട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനം പോകുന്നുള്ള തെളിവാണല്ലോ. കേട്ടല്ലോ എല്ലാരും. പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. ഞാൻ 12 പ്രൊഡക്റ്റ് എടുത്ത് ജോയിൻ ചെയ്ത സമയത്ത് ഒരു ദിവസം അഞ്ജലി മേഡത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പെട്ടുപോയതല്ലേന്ന്. പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു 10-50 പ്രൊഡക്റ്റ് ഞാൻ വിറ്റ്. അപ്പൊ അതിന് എനിക്ക് തന്നെ ഒരിതാണ്, ഞാൻ അറിയാതെ 50ഓളം പ്രൊഡക്റ്റ് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഓ 50ഓളം പ്രൊഡക്റ്റ് കച്ചവടം നടത്തിയിട്ടുണ്ട്. നടത്തിയിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ കേട്ടല്ലോ സുഹൃത്തുക്കളെ, അശോകൻ സാറിന്റെ സാധനം റിസൾട്ട് മാത്രമല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നമ്മൾ കൂടുതലൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു അശോകൻ സർ. മിശ്രിയ മേഡം കേൾക്കുന്നുണ്ടോ? മിശ്രിയ മേഡം സുബൈദ മേഡം കേൾക്കുന്നുണ്ടോ? സുബൈദ മേഡം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. പറയും. ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നതാണ് ഐ കെയർ, ഐ കോഫിന്റെ ക്രീമർ, ഐ സ്ലിം, ഐ ഗ്ലോ. 4 പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം വീട്ടില്? ക്രീമർ കോഫി, ഐ കെയർ, ഐ ഗ്ലോ, ഐ സ്ലിം. ഐ ഗ്ലോയും ഐ സ്ലിം. ഇതെല്ലാം കൂടി ആരാ ഉപയോഗിക്കണേ? അത് ഐ ഗ്ലോ മോളാണ്, ബാക്കി 3 ഞാൻ തന്നെ. അടിപൊളി. ക്രീമർ കോഫി മക്കളെ ഇടയ്ക്ക് കുടിക്കും. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് ഹെൽത്ത് ഒക്കെ? എങ്ങനെയുണ്ട് ഹെൽത്ത്? എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും ചോദിക്കും, എന്നോട് തന്നെ ചോദിക്കും, എനിക്ക് എന്താ അത്ര ഉന്മേഷം നോക്കും. പ്രായം നമ്മൾ ചോദിക്കുന്നില്ല, അത് ഇനി പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ എനർജി, എക്സൈറ്റ്മെന്റ്, നമുക്ക് ഒരു എനർജി കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഈ പ്രൊഡക്റ്റിൽ വിശ്വാസം, കമ്പനി വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ 2 ബ്ലാക്ക് കോഫി ഓർഡർ കിട്ടി. ഒന്ന് ഹസ്ബൻഡിന് തന്നെയാണ്, ഒന്ന് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിനും ജിദ്ദയ്ക്ക് കൊടുത്തിടാനുണ്ട്.
ഓക്കെ, അടിപൊളി. ഹസ്ബൻഡ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. ഇതിൽ ഞാൻ വന്നന്ന് തൊട്ടിട്ട് ഇതുവരെ മുടക്കം വന്നിട്ടില്ല. സ്ഥിരമായിട്ട് ബ്ലാക്ക് കോഫി യൂസ് ചെയ്യുന്നുണ്ട്. ഉം, ഉം, ഉം. അപ്പൊ ആ ഒരു റെഫറൻസിൽ ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട് ബ്ലാക്ക് കോഫിക്ക്. ഹസ്ബൻഡ് കെയർ ഓഫിൽ. അതെ അതെ. അടിപൊളി. അപ്പൊ കേൾക്കുന്ന സുഹൃത്തുക്കളെ, അപ്പൊ കച്ചവടം ചെയ്യാൻ ഇത്രേ ഉള്ളൂ. അവനവന്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ അവനെ ഉപയോഗിച്ചാൽ തന്നെ അത് മതി എന്നുള്ളതാണ്. അല്ലാതെ കൂടുതലൊന്നും അവനവന് ബെറ്റർ. ഇപ്പൊ ഇത്രയും ക്യാമറ മുമ്പിൽ വന്ന് പറയാൻ കാരണം വെച്ചാൽ ബെറ്റർ റിസൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു സുബേദ മാഡം. അടിപൊളി, സന്തോഷം നിങ്ങളെ അറിയിച്ചത്. ഓക്കെ, ഈ ആഴ്ച എത്ര പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റിയോ? പോയിട്ടുണ്ടോ? ഈ ആഴ്ച 2 അതായത് 11-ാം തീയതി 2 കൂടെ ഓർഡർ ചെയ്ത് കൊടുക്കും. വെച്ചിട്ടുണ്ട്. അയാള് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ വന്നിട്ട് വാങ്ങിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു സുബേദ മാഡം. ഓക്കെ, നിങ്ങളെ താങ്ക്സ്. റിസൾട്ടും അതേപോലെ കൊടുത്തതും അറിയിച്ചത്. ഓക്കെ, ഷെമി മോടെ കേൾക്കുന്നുണ്ടോ? ഷെമി മോട. ആ ഉണ്ട് സാറേ. ഓക്കെ, വീഡിയോ ഓഫാണ്. ഞാൻ കിച്ചണിലാ വീഡിയോ ഓഫ് ചെയ്ത്. ഓക്കെ, എന്നാ പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഈ ആഴ്ച 2 കോഫി കൊടുത്തു. പിന്നെ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് 3 എണ്ണം. എത്ര പ്രൊഡക്റ്റ് കൊടുത്ത്? 2 കോഫി കൊടുത്തു, ബ്ലാക്ക് കോഫി. നിലവിൽ 2 പ്രോഡക്റ്റ് ഈ ആഴ്ച കൊടുത്തു, ബ്ലാക്ക് ആ കോഫി. ആ ആരൊക്കെയാണ്? റിപ്പീറ്റേഷൻ ഓർഡർ ആണോ അതോ? റിപ്പീറ്റേഷൻ ആണ്. റിപ്പീറ്റേഷൻ ഓർഡർ ആണ്. ആ ഒരു വീട്ടിലേക്ക് തന്നെ 2 എണ്ണം. ഒരു വീട്ടിലേക്ക് തന്നെ 2 എണ്ണം കൊടുത്ത്. ആ ഓക്കെ, അടിപൊളി. അപ്പൊ അവർക്ക് പൈസ ഒന്നും പ്രശ്നമല്ല. 1100. അത് അവരെ വീട്ടിലെ അതൊരു ഉപ്പയും ഉമ്മയാണ്. അപ്പൊ അവര് കുടിച്ചിട്ടുണ്ടായിരുന്ന കോഫി പേരക്കുട്ടികൾ വന്നപ്പോ അതൊക്കെ കുടിച്ച് തീർത്തുന്നു. അപ്പൊ 2 എണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. അവര് ഗൾഫിൽ നിന്ന് വന്നപ്പോ ലീവിന് കുട്ടികളൊക്കെ അതെടുത്ത് കുടിച്ച് തീർത്തുന്നു. അടിപൊളി. പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കണേ? ഞാൻ ഐഗ്ലോ, പിന്നെ ഐ- നമ്മളെ ഐപ്പൾസും ക്രീമർ കോഫി. ആ, ഐഗ്ലോ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? ഐഗ്ലോ നല്ല റിസൾട്ടാ. ഇവിടെ മോളെ ഐഗ്ലോ ഉപയോഗിക്കാൻ വേണ്ടിട്ട് പൊട്ടിച്ചതാ. അവള് സ്ട്രോബെറിയുടെ ഫ്ലേവർ മാത്രമേ കുടിക്കുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ കുടിക്കണം. അടിപൊളി. അപ്പൊ നിങ്ങൾ കുടിച്ചിട്ട് നിങ്ങൾക്ക് അതിന് മാറ്റം ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ നാലാഴ്ച മതി സുഹൃത്തുക്കൾ. ഐഗ്ലോ ഒക്കെ ഉപയോഗിച്ച് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടാൻ ഷെമി മാഡത്തിന് കാണാൻ ചോദിച്ചാൽ മതി. ഐഗ്ലോ ഉപയോഗിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു. ഓക്കെ, അപ്പൊ താങ്ക് യു ഷെമി മാഡം. ഓക്കെ, ഓക്കെ സാർ. സിന്ധു മാഡം കേൾക്കുന്നുണ്ടോ? സിന്ധു എമ്മ. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഗുഡ് മോർണിംഗ്. സിന്ധു മാഡം പറയൂ. സാർ, ഈ വീക്കില് ഞാൻ 4 ഐ കോഫിയാണ് കൊടുത്തത്. എത്ര പ്രൊഡക്റ്റ്? 4 എണ്ണം. 4 പ്രൊഡക്റ്റ് കൊടുത്ത്. 4 കോഫി തന്നെയാണോ? അതെ അതെ, 4 ഐ കോഫി ബ്ലാക്ക് തന്നെയാണ് കൊടുത്തത്. ആ, 2 പേർക്ക് കൊടുത്തത് അവർക്ക് റിപ്പീറ്റേഷൻ ആണ്. ആ. ഒരാള് അയർലൻഡ്, ഒരാള് എറണാകുളം, അങ്ങനെ 4 പേർക്കായിട്ടാ കൊടുത്തത്. ഒരു പ്രൊഡക്റ്റ് അയർലൻഡിലേക്ക്. അതെ, ഓക്കെ, അയർലൻഡിലേക്ക് എങ്ങനെ പ്രൊഡക്റ്റ് പോയി? അത് ഹസ്ബൻഡ് വഴിയാണ് കൊടുത്തത്. ഹസ്ബൻഡിലെ ഷോപ്പിലെ ഒരു കസ്റ്റമർ ആണ്. ആഹാ. ഹസ്ബൻഡ് ഇങ്ങനെ ഷുഗറിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പം ഐ കോഫിയെ കുറിച്ച് സംസാരിച്ചു. ആ. അങ്ങനെ അപ്പൊ തന്നെ ഐ കോഫി വേണം എന്ന് പറഞ്ഞു അങ്ങനെ കൊടുത്തതാ. ഹസ്ബൻഡിന്റെ ഷോപ്പിലേക്ക് വന്ന ഒരാളാണ് അതെ അതെ അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി. അതെ അതെ, ഹസ്ബൻഡ് ഉപയോഗിക്കുന്ന ആളാ. ഞങ്ങള് 2 പേരും ഉപയോഗിക്കുന്നുണ്ട്, ഐ കോഫി ഉപയോഗിക്കുന്നുണ്ട്. ആഹാ, നിങ്ങൾ 2 പേരും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് കോഫി? അതെ അതെ, തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന പ്രൊഡക്റ്റും ഞാൻ കൊടുത്തിട്ടുള്ളതും ഐ കോഫിയാണ് കൊടുത്തിട്ടുള്ളത്. ഐ കോഫിയാണ്. അപ്പൊ നമുക്ക് പേഴ്സണലി നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ട് ഐ കോഫിയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? അതെ അതെ അടിപൊളി. അപ്പൊ സന്തോഷം. അപ്പൊ 4 പ്രൊഡക്റ്റ് ഈ ആഴ്ച പോയിട്ടുണ്ട്. അതെ അതെ, 4 പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്. 4 പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു. പിന്നെ ഓൾറെഡി പിന്നെ കേൾക്കുന്ന സുഹൃത്തുക്കൾ, സിന്ധു മാഡത്തിന് കോഫി ഉപയോഗിച്ച റിസൾട്ട് ഉണ്ട്, ഹസ്ബൻഡിനും ആ റിസൾട്ട് ഉണ്ട്. ഇവർക്ക് കോൺഫിഡൻസ് ഉണ്ട് പ്രോഡക്റ്റിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവനവന്റെ ഉള്ളിൽ ഇത് നീക്കിയാൽ തന്നെ അവനവന് വിശ്വാസം ഉണ്ടാവും. അപ്പൊ അവർക്കും തന്നെ അവർക്ക് അയർലൻഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രൊഡക്റ്റ് പോകുന്നുണ്ട്. അല്ലാതെ അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കേണ്ട, അവനവന്റെ റിസൾട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ അടിപൊളി. താങ്ക് യു സിന്ധു മാഡം. ഓക്കെ, താങ്ക് യു. സൈറ മാഡം കേൾക്കുന്നുണ്ടോ? സൈറ മാഡം. യെസ് സർ, ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, സൈറ മാഡം പറയും. സർ, ഞാൻ ഐ കെയറും ഐ കോഫി ബ്ലാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ? ഐ കെയറും ഐ കോഫി ബ്ലാക്ക്.
ഐക്കെയറും ഐകോഫി ബ്ലാക്ക്. ഐക്കോഫ് ബ്ലാക്ക് ഇങ്ങനെ രണ്ടും ഉപയോഗിക്കാൻ കാരണം എന്താ? അത് രണ്ടും ഒന്ന് കാലുവേദനയ്ക്ക്, കാലുവേദനയ്ക്ക് ഏതാ ഉപയോഗിക്കണേ? ഐക്കർ. ഐക്കെയറാണ് കാലുവേദനയ്ക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അടിപൊളി. എങ്ങനെയുണ്ട് ഇപ്പോ? കുറവുണ്ട്. എത്രാമത്തെ ബോക്സാ? 6ാമത്തെ ബോക്സ്. ഐക്കെയർ 6ാമത്തെ ബോക്സ് ആണോ? ഒക്കെ പൈസ അല്ലേ ഒത്തിരി, എന്തിനാ അതൊക്കെ ഇങ്ങനെ ചെയ്യണം? എന്തിനാ ഒരുപാട് പൈസ കൊടുക്കണ്ടേ? 1500 വെച്ച് കൊടുക്കണ്ടേ? അപ്പൊ എന്തിനാ അങ്ങനെ കുടിക്കണേ? ആദായം നോക്കിക്കൂടെ നിങ്ങൾക്ക്? സേരമണ കേൾക്കുണ്ടോ? യെസ് സർ. അപ്പൊ എന്തിനാ അങ്ങനെ കുടിക്കണം? എന്തിനാ അത്രയും പൈസ മുടക്കിയിട്ട്? നിങ്ങൾ പൈസക്കാണോ പ്രാധാന്യം, ആരോഗ്യത്തിനാണോ? ആരോഗ്യത്തിന് കാലുവേദന ഉള്ള കാരണം കുടിക്കുന്നു. അടിപൊളി. അവനവന്റെ അസുഖം മാറിയിട്ട് വന്ന് നാട്ടുകാർ കുടിപ്പിക്കില്ല അല്ലേ? അടിപൊളി. ഓക്കെ, ഈ ആഴ്ച പ്രൊഡക്റ്റ് പോയിട്ടുണ്ടോ? ഒരു ഐകോഫി ബ്ലാക്കും പോയിട്ടുണ്ട്, ഒരു ഐക്കയറും പോയിട്ടുണ്ട്. പ്രൊഡക്റ്റ് നമ്മൾ ഐക്കോഫി ബ്ലാക്കും ഐക്കയർ ഉപയോഗിക്കില്ല, ഇത് രണ്ടും പോയിട്ടുണ്ട്. അടിപൊളി. അപ്പൊ താങ്ക് യു സൈറ മാഡം. കേട്ടല്ലോ സുഹൃത്തുക്കളെ, നിങ്ങൾ നിലവിൽ അവർക്ക് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് ഉണ്ട്. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ പ്രൊഡക്റ്റ് അവർക്ക് പോയിട്ടുണ്ട്. നാലോചിച്ച് നോക്കി. അപ്പൊ താങ്ക് യു സൈറ മാഡം, താങ്ക് യു. ഓക്കെ, വിദ്യ മാഡം കേൾക്കുന്നുണ്ട്? വിദ്യ മാഡം കേൾക്കും. വിദ്യ ഹലോ മാഡം സാർ. നിങ്ങൾ വീഡിയോ ഓഫ് ആണ്. വിദ്യ മാഡം ഞാൻ കിച്ചണിലാ സാർ. കിച്ചണിലാണ്. ഓക്കെ, ഞാൻ ഈ സംസാരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ബ്ലാക്ക് കോഫി കൊടുത്തു. കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കോഫി പോയി. പിന്നെ സ്ഥിരം കസ്റ്റമർ ആണോ? അതെ. എത്രാമത്തെ പ്രൊഡക്റ്റ് അവർ ഉപയോഗിക്കണത്? അവര് 7ാമത്തെ കോഫിയാണ് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കണത്? അതെ, ആലപ്പുഴയുള്ള കസ്റ്റമർ ആണ്. ഞാൻ താനൂരാണ്. പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊന്നും പറയുന്നത്, ആലപ്പുഴക്കാരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, അപ്പൊ അതൊന്നും പറയണ്ട. നിങ്ങൾ എത്രാമത്തെ പ്രൊഡക്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കേട്ടപ്പോൾ സന്തോഷം. 7ാമത്തെ പ്രൊഡക്റ്റ്, റിപ്പീറ്റേഷൻ കസ്റ്റമർ, സ്ഥിരമായിട്ട് കഴിയുമ്പോൾ അവർ പൈസ തരുന്നുണ്ട്. 1ാമത്തെ പ്രൊഡക്റ്റ് മാത്രമേ നിങ്ങൾ ഓർഡർ എടുത്തിട്ടുള്ളൂ അല്ലെ? ബാക്കി എല്ലാം അവർ തരുന്നുണ്ട്. ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അടിപൊളി. അവർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അതെ. അടിപൊളി. പിന്നെ വേറെ നിങ്ങൾ പ്രൊഡക്റ്റ് വേറെ ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ 4 ഐപ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തിനായിരുന്നു ഉപയോഗിച്ചത്? എനിക്ക് ആഫ്റ്റർ ഡെലിവറി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എൻ്റെ കാലുവേദന ഉണ്ട് സ്ഥിരമായിട്ടുള്ള, അപ്പൊ അതൊക്കെ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതായത് ഡെലിവറിക്ക് ശേഷം ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതെ. കാലുവേദന മെയിൻ ആയിട്ടുണ്ടായിരുന്നു. അതിപ്പോ എങ്ങനെയുണ്ട്? അത് ഈ ഒരു ഐപ്പിൾസ് പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് അത് മാറ്റം ഉണ്ടായത്. അടിപൊളി. കേൾക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങള് വിദ്യാ മേഡത്തിന് പ്രൊഡക്റ്റ് പോവുക മാത്രമല്ല, പ്രൊഡക്റ്റ് ഉപയോഗിച്ചും റിസൾട്ട് ഉണ്ട്. എന്തുകൊണ്ട്? ഈ പ്രൊഡക്റ്റിൽ അവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് അവരത് ഉപയോഗിച്ചു. അവർക്ക് പ്രസവത്തിന് ശേഷം കാലിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് നല്ല മാറ്റം കിട്ടി. കേട്ടല്ലോ നിങ്ങൾ? പരിപാടി ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ താങ്ക് യു വിദ്യ മാഡം. വേറെ നീ പറയണ്ടോ? പിന്നെ ഹസ്ബൻഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഐപ്പിൾസ്. ബാക്ക് പെയിൻ ആയിട്ട്. നിങ്ങൾ ഹസ്ബൻഡിന് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്? എങ്ങനെയുണ്ട് റിസൾട്ട്? എങ്ങനെയുണ്ട്? നല്ല മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട്. ഓക്കെ, അടിപൊളി. പിന്നെ വീട്ടിൽ അമ്മ ഉപയോഗിക്കുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഐക്കെയർ ഐപ്പിൾസ് ഒക്കെ അമ്മ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം വാങ്ങിച്ച പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ വീട്ടിൽ തന്നെ കൊടുത്തേക്കാണ്? അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നാലും സെയിൽ ആക്കിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 100ഓളം പ്രൊഡക്റ്റ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. എത്ര പ്രൊഡക്റ്റ്? 100ഓളം പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലാണെങ്കിലും നിങ്ങളെ ഫേസ് ഒന്ന് കാണിക്കാൻ പറ്റും. ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബട്ടൺ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരാം സാർ. ആരാ ടീമിലായിരുന്നു നിങ്ങള്? ഞാൻ ഷൈസാറ ടീം. ഓക്കെ. അപ്പൊ താങ്ക് യു വിദ്യ മാഡം. അടിപൊളി. ഇപ്പൊ കേട്ടല്ലോ സുഹൃത്തുക്കളെ, 100ൽ കൂടുതൽ പ്രൊഡക്റ്റ് കൊടുത്ത ആളാണ് വിദ്യ മാഡം. എന്തുകൊണ്ട്? അവര് വാങ്ങിയ സമയത്ത് അവരുടെ ഹെൽത്ത് ഇഷ്യൂസിന് അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. 4 പൾസ് അടിപൊളി റിസൾട്ട് കിട്ടി.
അച്ഛനും അമ്മക്കും ഭർത്താവിനും എല്ലാവർക്കും പ്രൊഡക്റ്റ് കൊടുക്കും. ആദ്യം അവർ ഉള്ളിലെ എന്ത് ചെയ്തു, പ്രശ്നങ്ങൾ നീക്കിയത്, വീട്ടിലെ പ്രശ്നങ്ങൾ നീക്കിയത്. ഇപ്പൊ ഇതാ 100-ൽ കൂടുതൽ പ്രൊഡക്റ്റ് കൊടുത്തു എന്നാണ്. അപ്പൊ ഇനി പ്രൊഡക്റ്റ് പോകുന്ന സംശയമുണ്ടോ? അല്ല. ഓക്കെ. അപ്പൊ താങ്ക് യു വിദ്യ മേഡം, സന്തോഷം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത ആള് പിന്നെ റഹീന മേഡം കേൾക്കുന്നു. റഹീന മേഡം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, റഹീന മേഡം പറയും. ഞാൻ ഐപ്പൾസ് ഐക്കർ ഞാൻ ഉപയോഗിച്ചിരുന്നു. പിന്നെ 2 ഐക്കോഫി ക്രീമർ പാലക്കാടേക്കും 2 ഐപ്പൾസ് ഓർക്കാട്ടേക്കും കൊടുത്ത്. ഓർക്കാട്ടിയിലേക്ക് 2 പൾസ്, പാലക്കാട് പാലക്കാട്ടേക്ക് 2 ഐപ്പൾസ് പാലക്കാടുള്ള അല്ല കസ്റ്റമർ ഐക്കോഫി. കിട്ടി. നിങ്ങള് കൊയിലാണ്ടിയിൽ എങ്ങനെ കിട്ടി? അത് ഞാൻ എന്റെ ഫ്രണ്ടിന് ഖത്തറിലേക്ക് പിന്നെ ഐക്കോഫി ക്രീമർ അയച്ചിരുന്നു. ആ അപ്പൊ ഓന്റെ കെയർ ഓഫില് പാലക്കാടേക്ക് ഓന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഓൾക്ക് അയക്കാൻ പറഞ്ഞിട്ട് അഡ്രസ് തന്നതാ. അതായത് നിലവിൽ നിങ്ങളുടെ സുഹൃത്തിന് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. ഏത് പ്രൊഡക്റ്റ് കൊടുത്തേ? ഐക്കോഫി ക്രീമർ. ഐക്കോഫി ക്രീം ഉപയോഗിച്ചു. അപ്പൊ അതായത് നല്ല ടേസ്റ്റും നല്ല ഉണ്ട്. നല്ല മാറ്റങ്ങളുണ്ട്. നമ്മളെ ഷുഗർ കംപ്ലൈന്റ് ഞരമ്പുകൾക്കൊക്കെ നല്ല മാറ്റങ്ങൾ എന്തെല്ലോ എനിക്ക് നല്ല ഇതുണ്ട് റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാലക്കാടുള്ള ഒരാൾക്ക് പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ നാട്ടിലെത്തുമ്പോഴത്തേക്ക് നാട്ടിൽ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അയച്ചു കൊടുത്ത് അവിടെ കിട്ടി. അയാൾ നാട്ടിലെത്തിക്ക് പ്രൊഡക്റ്റും അവിടെ കിട്ടി. പ്രൊഡക്റ്റും കിട്ടി. ഓക്കെ, അടിപൊളി. അപ്പൊ താങ്ക് യു റഹീന മാഡം, സന്തോഷം. ഇപ്പൊ ഈ നിലവിൽ എത്ര ഈ ആഴ്ചത്തെ പ്രൊഡക്റ്റ് കൊടുത്തേ? 4. ഇന്ന് ഒരു ഐപ്പൾസ് അനിയന്റെ മോനെ കൊടുക്കണം എന്നായിരിക്കുന്നത്. ഓനിക്ക് കാലിനൊക്കെ അലർജി കാണുന്നുണ്ട്. കൊടുത്തൂടി, അങ്ങനെ സാധനം കൊടുത്തൂടി. ഓക്കെ, കോട്ടാങ്ങണ്ട് കൊടുക്ക, ആൾക്കാർക്ക് ഉപയോഗിപ്പിക്കാം. ഓക്കെ, ഇതൊക്കെ തന്നെ നമ്മുടെ നന്മ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു റഹീന മാഡം, വളരെയധികം സന്തോഷം പിന്നെ അറിയിച്ചത്. ഓക്കെ, ഇനി അടുത്ത് ഫൗസിയ പരപ്പരങ്ങാടി കേൾക്കുന്നുണ്ടോ? ഫൗസിയ പരപ്പരങ്ങാടി കേൾക്കുന്നുണ്ടോ? ഫൗസിയ മാഡം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയും. സാറ് ഞാൻ വീട്ടില് മോക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഐപ്പൾസ് പൊട്ടിച്ച് 2 ദിവസമായി മോക്ക് കൊടുക്കുന്നുണ്ട്. വീട്ടില് പൊട്ടിച്ചിട്ടുണ്ട് പൾസ്. മോള് സ്ഥിരം എന്ന് പറഞ്ഞാൽ കുടിക്കുന്നതാണ്. ഇപ്പം 10ാം ക്ലാസ്സിലായതുകൊണ്ട് കുറച്ച് ക്ഷീണവും ഉറക്കവും അതിന കാരണം കൊണ്ട് ക്ഷീണവും ഒക്കെ കണ്ടപ്പോ ഒന്നുകൂടി പൊട്ടിച്ച് കൊടുക്കുകയാണ്. നിലവില് വീട്ടില് മകൾക്ക് ഇങ്ങനെ ആവശ്യമുള്ളതുകൊണ്ട് പൊട്ടിച്ചു കൊടുക്കുക. ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആളാണല്ലോ, കാർഡിയോ പേഷ്യന്റ് ആണ്. അപ്പം ആ പേര് എപ്പോഴും കൊടുക്കലുണ്ട്. ഇപ്പം 10ാം ക്ലാസ്സിലേക്ക് വന്നപ്പോ അധികം ഒരു ക്ഷീണവും പിന്നെ വെയിറ്റ് ടെൻഷനും കാര്യങ്ങളും, കാരണം പഠിക്കുക അതുപോലെ തന്നെ ആലോചനക്കുള്ള സമയമാണ്. കാരണം 10 എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ആ കടമ്പ കിടക്കുക എന്നുള്ള, അത് കയ്യിൽ നിന്ന് വരെ അവർക്ക് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പൾസ് സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ല തീരുമാനമാണ്. ഓക്കെ, അത്രയും പ്രഷറും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. ഓക്കെ, ഹെൽത്തിന് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ പിന്നെ ഐക്കയർ എനിക്കൊന്ന് പൊട്ടിക്കണം. നമുക്ക് സ്ത്രീകൾക്ക് ഇപ്പൊ ജോലി കൂടുതലുള്ള സമയമാണല്ലോ. അപ്പൊ ഇന്നലെ എണീറ്റ സമയത്ത് ഒരു ഊരവേദന, ചെറുതായിട്ടൊരു ഊരവേദന അങ്ങനെ ഉണ്ടാവില്ല. നമ്മളെ പൾസ് ഐക്കയറൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള അതിന്റെ ശേഷം ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഒരു ഊരവേദന എന്തെങ്കിലും ഇന്നൊക്കെ. അപ്പൊ വീട്ടിൽ നോക്കുപണി കാര്യങ്ങളൊക്കെ ഉണ്ടാവും നന്നായിട്ട് അല്ലേ? തുടക്കലും അടുക്കലും ഒക്കെ ഉണ്ടാവും. പണി കൂടുതലാണ് നമുക്കിപ്പോ. എല്ലാ റൂമും അല്ലെ, 2 ഇരുനില വീടാണെങ്കിൽ നമ്മൾ താഴത്തെ റൂം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ മേലും കയറി അതൊക്കെ ചെയ്യണം, ഒക്കെ ചെയ്യേണ്ടി വരും. പണി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ മുൻകൂട്ടി എന്ത് ചെയ്യാണ്, നമ്മൾ ഐക്കയർ പൊട്ടിക്കാൻ പോകും അല്ലെ? ഐപ്പൾസും ഐക്കയറും ഉപയോഗിച്ചാലാണ് ഞാൻ കോണി സ്റ്റെപ്പ് മര്യാദക്ക് കയറൽ തുടങ്ങിയത്. മറ്റേത് സ്റ്റെപ്പുമ്പിൽ സാധനം അവിടെ വെച്ചിട്ട് കുറെ ആയതിന്റെ ശേഷം മേലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇനി കയറാൻ പറ്റിയില്ലായിരുന്നു അല്ലെ? ഇല്ലല്ല, തീർച്ചയായിട്ടും പറ്റണേ ഇല്ല ഇനി സ്റ്റെപ്പ് കയറാൻ. ഇപ്പൊ അതൊക്കെ ഉപയോഗിച്ചാലാണ് നല്ല മാറ്റം കിട്ടിയത്. അടിപൊളി. അപ്പൊ സന്തോഷം ഫൗസിയ മാഡം, റിസൾട്ടും അതേപോലെ പ്രൊഡക്റ്റ് കൊടുത്തതും അറിയിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. അപ്പൊ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അടുത്തത് ഓപ്പോ F27 5G. ആരതാണ്? പേര് കാണുന്നില്ല. ഓപ്പോ വീഡിയോ ഓൺ ആക്കിനല്ലോ, എന്നെ കാണില്ല. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, പറയ്. കേക്കുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ സ്ഥിരമായി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ക്രീമർ കോഫി ഉപയോഗിക്കുന്ന ഒരാളാണ്. പിന്നെ ഷോൾഡർ വേദനക്ക് ഐക്കയർ ഉപയോഗിച്ചു. നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. ഐക്കയർ 2 കസ്റ്റമർക്ക് കൊടുത്തു എന്റെ റിസൾട്ട് കാരണം. 3ാമത്തെ കസ്റ്റമർ ഇപ്പം റെഫറൻസിൽ ഒരാള് എന്റെ വൈഫിനെ കൊണ്ടുപോയിട്ടുണ്ട്.
ഷോൾഡർ വേദന വെച്ചാല് ഡോക്ടർ അടുത്ത് ഒരൊറ്റ വട്ടം പോയപ്പം എല്ലിന് ബലക്കുറവാണ്, ബെൽറ്റ് ഇടാൻ പറഞ്ഞു. കഴുത്തിന് ബെൽറ്റ് വരെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ആ ബെൽറ്റ് ഇടാൻ എനിക്ക് പറ്റണില്ല. എന്നിട്ട് നമ്മളെ ഐ-കെയർ എടുത്ത് കുടിച്ചു. 5 ബോക്സ് കഴിച്ചപ്പോ തന്നെ ഷോൾഡർ പെയിൻ മാറി. 5 ആ ബോക്സ് റിസൾട്ട് ആണ് ഐ-കെയർ ഞാൻ 2-3 ഉപയോഗിച്ചപ്പോ ഷോൾഡർ പെയിൻ മാറി. അതിപ്പോ ഹോസ്പിറ്റലിൽ കാണിക്കണേ എത്ര ചെലവ് മറ്റേ വരും? 15,000. ഹോസ്പിറ്റലിൽ കാണിക്കാൻ എത്ര വരും? അതിന്റെ വേദനയും 15 കാര്യങ്ങളും ലിറ്റർ ഉണ്ടല്ലോ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. 5 നിങ്ങൾ അത് ലിറ്റർ. ഹോസ്പിറ്റലിൽ കാണിക്കൽ എത്ര ചെലവ് വരും? ഈ കഴുത്ത് വേദനയും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിക്കാൻ ഒരുപാട് അന്ന് എക്സ്റേ എടുക്കാനൊക്കെ പൈസ ആയിട്ടുണ്ട്. പൈസ പക്ഷെ ആയിട്ടുണ്ട്. അതിലേറെ പൈസ വരും. ഗുളിക മരുന്ന് അതൊക്കെ നല്ല ഇങ്ങനെ മാറ്റം വാങ്ങിക്കണം. കിട്ടി. ഗുളിക കുടിക്കാൻ ഓക്കെ, അടിപൊളി. ഇപ്പൊ നല്ല നിലവിൽ മാറ്റം ഇന്നലെ കിട്ടി. വരെ പ്രൊഡക്റ്റ് എത്ര 2-3 കസ്റ്റമർ കൊടുത്തിട്ടുണ്ടോ? പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടോ? പ്രൊഡക്റ്റ് 300-ൽ പരം പ്രൊഡക്റ്റ് കൊടുത്തു. 300-ൽ കൂടുതൽ പ്രൊഡക്റ്റ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് നിലവിൽ. യെസ്. ഓക്കെ, ഇപ്പൊ ഈ ആഴ്ച ഒരു കോഫി 9ാമത്തെ ബോക്സ്. നജ്മ മാഡത്തിന് സ്ഥിരമായിട്ട് ഐ കോഫി ക്രീമർ ഉപയോഗിക്കുന്ന ആളാണ്. ബെറ്റർ റിസൾട്ട് അവർക്കുണ്ട്. അടിപൊളി. കേട്ടല്ലോ നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് കൊടുത്തു എന്നുള്ളത്. അപ്പൊ ചില്ലറക്കാരിയല്ല, നോട്ടാണ്. മനസ്സിലായി? നോട്ട് മനസ്സിലായ? കറൻസിയാണ്, ഒരു ചില്ലറക്കാരിയല്ല. ബ്ലാക്ക് കോഫിക്ക് ഓർഡർ ഉണ്ട്. ഇന്ന് ബ്ലാക്ക് 9ാമത്തെ കോഫി ബോക്സ് ഓർഡർ ആണ് ആള് കഴിക്കുന്നത്. ഓക്കെ. ആ അപ്പൊ താങ്ക് യു നജ്മ സാറേ, മാഡം. ഗ്രീമർ കോഫിക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. എങ്ങനെ താങ്ക് സാറേ? യു സർ. എങ്ങനെ? ഗ്രീമർ കോഫിക്ക് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. നമ്മളും കണ്ടിന്യൂ ഉപയോഗിക്കുന്നത് തന്നെയാണ് അത്. ക്രീമർ കാരണം കോഫിക്ക് ഗ്ലാമർ എന്താണ് കൂടും. പ്രത്യേകത ഉള്ളത്? കാരണം ഗ്ലാമർ കൂടും. ഗ്ലാമർ കൂടും, അത് ശരിയാണ്. ചെറുപ്പം വയസ്സോടെ കാണിക്കൂല. അപ്പൊ നജ്മായാലും അത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു നജ്മ മാഡം. താങ്ക് യു കുഞ്ഞു സാർ. ഓക്കെ, റിസൾട്ട് അറിയിച്ചില്ല. കുഞ്ഞുമു സാറ് പിന്നെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഉണ്ടാക്കണേ. കൊടുത്തുക്കണോ? 2-3 കൊടുത്തുക്കണോ? ഈ ആഴ്ച 2-3 പ്രൊഡക്റ്റ് പോയിട്ടുണ്ട്. ഓക്കെ, ഞാന് ഇപ്പൊ നിലവിൽ പുതിയ വീട്ടിൽ ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? ഞാൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഐപ്പോൾസും ഐ കോഫി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. ഞാൻ കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നജ്മ മാഡം പറഞ്ഞപ്പോഴാണ് ഞാൻ എത്ര പ്രോഡക്റ്റ് കൊടുത്തു എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല എത്ര ഉണ്ട് എന്നുള്ളത്. ഞാൻ ഇതിലൂടെ വാങ്ങിച്ചിട്ടുള്ള വരുമാനം 99% പ്രോഡക്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. പ്രൊഡക്റ്റ് കൊടുത്തിട്ടാണ് ഏറ്റവും കൂടുതൽ വരുമാനം. റൂബി എന്ന റാങ്ക് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളി. ആ പ്രൊഡക്റ്റിലെ വിശ്വാസം കൊടുക്കാനുള്ള ധൈര്യമാണ്. തീർച്ചയായിട്ടും. ഓക്കെ, 2 ലക്ഷം രൂപ വരെ വരുമാനം വാങ്ങിച്ചത് റീറ്റെയിലിങ്ങിലൂടെ അല്ലേ? 2.5 അല്ല സാറേ, റൂബി ആകുന്ന വരെ 2.5 പറയുന്നത്. റൂബി ആകുന്നത്. ഇപ്പൊ ടോട്ടൽ ലിങ്ക് എത്രയായി? ടോട്ടലൊക്കെ സംഖ്യ അയക്കും. സംഖ്യ പറയും, കേൾക്കട്ടെ, ഞങ്ങൾ കേൾക്കട്ടെ, ആവശ്യം കൊള്ളട്ടെ, പറയൂ. നിങ്ങൾ ആർക്കും തരണ്ട, കൊടുക്കണ്ട. 6 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നത് ഗ്രേറ്റ് ലീഡർ കുഞ്ഞു സാർ. അടിപൊളി, താങ്ക് യു. അടിപൊളി. മക്കളെ, പേഴ്സണൽ റിസൾട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതല്ല, എനിക്കപ്പോ ഒന്നും കൂടി പ്രത്യേകം പറയാൻ, ഇതൊക്കെ പ്രോഡക്റ്റ് കൊടുത്തിട്ടാണ്. അത് കാരണം ഞാൻ അത് ഉപയോഗിച്ച കാരണം കൊണ്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇന്നലെ മോർണിംഗ് ടൈമിൽ ഒരാൾ ഇവിടെ പറഞ്ഞു, കാരണം എന്റെ കയ്യിലുള്ള പ്രോഡക്റ്റ് ഞാൻ എന്റെ വീടിന്റെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് കൊടുത്ത ക്യാഷ് ചെലവഴിച്ചു പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രോഡക്റ്റ് കൊടുത്ത ക്യാഷ് നമ്മൾ ഭക്ഷിച്ചാൽ നടക്കില്ല. ഒന്നെങ്കിൽ വിത്ത് ഉപയോഗിക്കണം, കടമുട്ടം ബിസിനസ്സാണ്. ഓക്കെ, ഒരു കഴിവുണ്ട് കച്ചവടം ചെയ്യാൻ. കുഞ്ഞു സാർ ആലോചിക്കും, പള്ളിക്കല് പിന്നെ പോയിരിക്കും ഇങ്ങനെ ഇരുന്ന ഒരു ആളായിരുന്നു. പക്ഷെ ഇന്നിപ്പോ കച്ചവടം ചെയ്ത് കായ് ഉണ്ടാക്കണേ. എത്ര കായ് ഉണ്ടാക്കണത്? പേഴ്സണൽ ഉപയോഗിക്കുക. ഇതാണ് പറഞ്ഞത്. ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ഇട്ട്. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ, അടിപൊളി. താങ്ക് യു കുഞ്ഞുമു സാർ. ഓക്കെ, അടുത്ത വ്യക്തി പിന്നെ കാസിം സാർ കേൾക്കുന്നുണ്ട്. കാസിം സാർ, ഇനി അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹം ഉസ്താദ് അതിന് ചിലപ്പോൾ തിരക്കണം, അതുകൊണ്ട് വിളിക്കണം. കാസിം സാർ, ഇസ്മായിൽ കാസിം സാർ കേൾക്കുന്നുണ്ടോ? ഇസ്മായിൽ സാർ കേൾക്കുന്നുണ്ടോ? വീഡിയോ ഒന്നും ഓണാക്കില്ല. ഏറ്റവും നല്ലത് ഒരു ചെറിയ ഒരു 1 മിനിറ്റ് കഴിഞ്ഞു, പ്രോഗ്രാം കഴിയുമ്പോൾ. ഹലോ, കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. വീഡിയോ ഓണല്ലല്ലോ. ഓക്കെ, കാസിം സാർ പറയൂ. വീഡിയോ ഓണാണല്ലോ സാറേ. ഇപ്പൊ ഓണാണ്. സംസാരിച്ചോളൂ, പറയൂ.
പൊടിച്ചു കൊടുത്തതാണോ നിലവിൽ ഉപയോഗിക്കുന്നതാണോ എന്നുള്ളത്? പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അടിപൊളി. നിലവിൽ പൊടിച്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ആ വീട്ടിലുള്ള ഒരു നിലവിൽ തുടങ്ങുന്നതേ ഉള്ളൂ. ഐകോഫി പൾസുമായിട്ട് വന്നതാണ്. റേഞ്ചിന് എന്തോ ഇഷ്യൂ ഉണ്ട് എന്നാലും പറഞ്ഞാൽ മൈപ്പിൾസും ഐകോഫിയും കൊടുക്കാൻ ഇന്നലെ വന്നതാണ്. രാവിലെ തന്നെ കൊണ്ടുവന്നു. നിങ്ങളെ സമ്മതത്തോടു കൂടി വീഡിയോ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ. നമ്മുടെ മുമ്പിലേക്കുന്നതാണ് രോഗി. ഓക്കെ. കാലില് വന്നിട്ട് വെരിക്കോസ് നല്ല റിസൾട്ട് ഉണ്ട്. ധൈര്യമായിട്ട് കൊടുത്തോളി. കറക്റ്റ് ഉപയോഗിക്കാൻ മതി. കറക്റ്റ് ഉപയോഗിക്കാൻ മതി. സമ്പത്തിനേക്കാൾ ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യമാണ്. കുറച്ച് ഉപയോഗിക്കാൻ മതി. ഒരു ടെൻഷനും വേണ്ട. ഉപയോഗിക്കാൻ പറയട്ടോ. ഓക്കെ. പൊടച്ച് കറക്റ്റ് ഉപയോഗിക്കാൻ പറയും ഇസ്മായിൽ സാറ്. അപ്പൊ ഈ സമയം വരികയും എങ്ങനെ റേഞ്ച് കുറവുണ്ട്, അതാണ്. റേഞ്ച് കുറവുണ്ട്, അറിയാം. ഓക്കെ. നിലവിൽ ഇസ്മായിൽ സാർ അതേ പൊടച്ച് ഉപയോഗിക്കുന്നുണ്ടോ? ഓക്കെ. താങ്ക് യു ഇസ്മായിൽ സാർ അറിയിച്ചതിന്. ഓക്കെ. അദ്ദേഹം പൊടച്ചു കൊടുക്കാൻ പോയത് 2 പൊടച്ച് അദ്ദേഹത്തിന് അയൽവാസി അവരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് സംസാരിച്ച് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ. അടിപൊളി. അപ്പൊ താങ്ക് യു ഇസ്മായിൽ സാർ. ഓക്കെ. ജസീന ബഷീർ അറിയാം കേട്ടോ. ഓക്കെ. താങ്ക് യു. ഓക്കെ. ജസീന മേഡം കേൾക്കുന്നില്ല? ജസീന ബഷീർ. ഓക്കെ. കേൾക്കുന്നില്ല. ഓക്കെ. ആമിന മേഡം കേൾക്കുന്നില്ല? ആമിന മേഡം. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ. ജസീന ബഷീർ എത്തിയിട്ടുണ്ട്. പിന്നെ അല്പസമയം ആമിന മേഡം വെയിറ്റിംഗിൽ ഇരിക്കണം. അപ്പോ ക്യാമറമാൻ ശ്രദ്ധിക്കുക. ജസീന മേഡം കേൾക്കുന്നുണ്ടോ? നിങ്ങൾ വീഡിയോ ഓഫ് ആണ്. ഓക്കെ. പറയൂ. ഞാൻ പേഴ്സണലി ബ്ലാക്ക് കോഫി അല്ലെങ്കിൽ ക്രീമർ കോഫി ഉപയോഗിക്കുന്നുണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ ക്രീമർ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അടിപൊളി. 4 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യണം. 2 ഹസ്ബൻഡിന് ഗൾഫിക്ക് 2 കൊടുത്തയച്ചു. 2 ഹസ്ബൻഡ് കൊടുത്തേക്കുള്ളതുകൊണ്ട് 4 പർച്ചേസ് ചെയ്യണോ അതോ? അല്ലല്ല, കൊടുത്തയച്ചിട്ടുണ്ട്. ഇനി 4 പർച്ചേസ് ചെയ്യണം. 4 പർച്ചേസ് ചെയ്യണം. അടിപൊളി. എന്തിനാണെങ്കിലും 3100 പ്രൊഡക്റ്റ് ഇങ്ങനെ വാങ്ങിക്കണത് നഷ്ടം വരില്ലേ? പേഴ്സണലി യൂസ് ചെയ്യണ്ടേ സാറേ? ആദ്യം നമ്മൾ ഉപയോഗിക്കാന്നുള്ളതാണ് അല്ലെ? കുറെ കച്ചവടം ചെയ്യാന്നുള്ളല്ലേ, നമ്മൾ ഉപയോഗിക്കാന്നുള്ളതാണ്. നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മാറ്റം എന്തിനും ഉപയോഗിക്കണം നിലവിൽ? ഉണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ക്രീമർ കോഫി അല്ലെങ്കിൽ ബ്ലാക്ക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഊരവേദന ഉണ്ട്. പിന്നെ ജസീറിന്റെ ഉപ്പാക്ക് പ്രഷർ ഉണ്ട്, പൾസ്. പിന്നെ അവിടെ നോമ്പൊക്കെ അല്ലേ വരുന്നത്, പണി കൂടുതലായതുകൊണ്ട് ഞാൻ കോഫി ഉപയോഗിച്ചായിരുന്നു. ഞങ്ങൾ ഫാമിലി മൊത്തം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കലുണ്ട്. ഇപ്പൊ അവർക്ക് കൊടുത്തേക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആരാ പോണെന്ന് വെച്ചാ ഇനിയിപ്പോ 1 2 എണ്ണൊക്കെ അങ്ങനെയും കൊടുത്തു വിടും. ഒരു 5-6 മാസത്തിങ്ങോട്ട് ഞാന് കസ്റ്റമർ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം പോലെ ക്രീമർ കോഫി ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ ഉപയോഗിക്കണില്ല. അടിപൊളി. അപ്പൊ എന്തായാലും സന്തോഷം ജസീന മേഡം. അപ്പോ എല്ലാവിധ ആശംസകളും. പ്രൊഡക്റ്റ് നന്നായിട്ട് ഉപയോഗിക്കുക കേട്ടോ. പരിപാടികളൊക്കെ ഉഷാറായിട്ട് നടക്കും. നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് പരിപാടി നടക്കുന്നത്. നമുക്ക് ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം. നിങ്ങൾ റിസൾട്ടും അതേപോലെ തന്നെ പ്രൊഡക്റ്റ് കൊടുക്കുന്നതും അറിയിച്ചതിൽ. ഓക്കെ. താങ്ക് യു ജസീന മേഡം. ഓക്കെ. ആമിന മേഡം കേൾക്കുന്നുണ്ട്? ആമിന മേഡം. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ആമിന ഷംസുദ്ദീൻ. സർ, ഞാനിപ്പോ ഐഗ്ലോ ആണ് ഉപയോഗിക്കുന്നത്. 9ാമത്തെ ബോക്സ് ആണ് ഐഗ്ലോ ഉപയോഗിക്കുന്നത്. 9ാമത്തെ ഐഗ്ലോ ആമിന മേഡം ഉപയോഗിച്ചുകൊണ്ടിരിക്കണതോ? കേൾക്കുന്ന സുഹൃത്തുക്കളെ, 3100 രൂപ വിലയുള്ള ഒരു ഐഗ്ലോ പൊട്ടിച്ചാൽ 28 പാക്കറ്റ് 35 ഗ്രാം. 28 ദിവസം ഉപയോഗിച്ചാൽ പിന്നെ നമുക്കൊരു വേദന. ഇനി വേണോ? പക്ഷെ ആമിന മേഡം 9ാമത്തെ പ്രൊഡക്റ്റ് ആണ് ഐഗ്ലോ ഉപയോഗിക്കുന്നത്. അതിന്റെ ഗുണം മനസ്സിലായതുകൊണ്ടാണ്. ആമിനോട് പറയും. ഇന്നാളെ ഇതേപോലെ ആമിനത്തെ ചോദിക്കണ്ടേ, നിങ്ങളെ നാട്ടില് ഒരു റൂബി എക്സിക്യൂട്ടീവ് ഉണ്ടല്ലോ, ആമിന എന്ന് പറഞ്ഞാൽ അവര് നിങ്ങൾക്ക് പരിചയമുണ്ട്. ഷാരോട് ചോദിക്കണം ആമിനത്തിനോട്. അപ്പൊ ആമിനോട് പറയും, അല്ലടാ ഞാൻ തന്നെയാണ്. അപ്പൊ എന്താ നല്ല മാറ്റം വന്നതാ? ചൊർക്ക് കൂടി. അതെ, സജിന മേഡം പറഞ്ഞ പോലെ ചൊർക്ക് കൂടി. അതിന്
സജിനാമിനോട് പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ചോ? ഞാൻ ചൊറുക്ക് നീതി നടക്കണ്ട. ഞാന് ഓക്കെ, അടിപൊളി. ആമിനോട് പറയും. സർ ഞാനേ എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ പറയാം. നമ്മൾ 40 വയസ്സ് കഴിഞ്ഞ്, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞാണ് ഞാൻ പറയാം. 40 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് 40 അയക്കുന്ന നമ്മുടെ പറഞ്ഞാൽ ഞങ്ങൾ മുഖത്ത് ഇവിടെ വിശ്വസിക്കൂല. നിങ്ങൾക്ക് 40 ആയിട്ടില്ല. അല്ല, നമ്മുടെ മുഖത്ത് ഇവിടെ ഇങ്ങനെ ഒരു മറുക് ഉണ്ടാവലുണ്ട്. സാധാരണ എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ, ഒരു മറുക് ഉണ്ടാവും. ആ മറുക് എനിക്ക് ഞാൻ ഐഗ്ലോ ഉപയോഗിച്ചപ്പോ മാറിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. കാരണം എനിക്ക് ഇപ്പൊ ആ മറുക് ഇവിടെ ഇല്ല. പിന്നെ അതേപോലെ തന്നെ എനിക്ക് കുഴിനഖം ഉണ്ടായിരുന്നു. നഖത്തിന് എപ്പോഴും കേടായിരുന്നു. അതെനിക്ക് ഐഗ്ലോ ഉപയോഗിച്ചപ്പോ റിസൾട്ട് ആയി. അതേപോലെ തന്നെ എനിക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അതിന് എനിക്ക് ഐഗ്ലോ ഉപയോഗിച്ചപ്പോ റിസൾട്ട് ഉണ്ട്. മാഷാഅല്ലാ, ഐഗ്ലോക്ക് ഇത്ര റിസൾട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഐഗ്ലോ നമ്മളെ തല തൊട്ട് മുടി തൊട്ട്, അല്ലെങ്കിൽ തലമുന മുടി തൊട്ട് കാലിലെ നഖം വരെ റിസൾട്ട് കിട്ടും നമ്മൾ പറയാറുണ്ട്. നമ്മൾ തള്ളന്നെ കേൾക്കണം നിങ്ങള്. റിസൾട്ട് സത്യമായിട്ട് സാർ. പിന്നെ അതേപോലെ പിന്നെ എനിക്ക് പല്ലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോ റൂട്ട് കനാൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യണമെങ്കിൽ 2000 രൂപ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പല്ല് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഞാൻ പോന്നു. പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ പല്ലിന് ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ഐഗ്ലോ ഉപയോഗിച്ച സമയത്ത്. സത്യസന്ധമായിട്ട് ഞാൻ പറയാം. പിന്നെ ഞാൻ റൂട്ട് കനാൽ ചെയ്തിട്ടില്ല. ഈ മുടി കൊഴിച്ചിലെ റിസൾട്ട് പറഞ്ഞപ്പോ ഇവിടെ കുറെ ആൾക്കാർ പറ്റുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇതൊക്കെ മുമ്പ് കിട്ടിയിരുന്നെങ്കിൽ ഉള്ള മുടി നിലനിർത്തായിരുന്നു ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പേര് അല്ല, പറയുന്നത്. സത്യസന്ധമായിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് സാർ ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പൊ നിലവില് ഐഗ്ലോ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്റെ വീട്ടിൽ ഞാനും എന്റെ ഹസ്ബൻഡും ഒരു 80 പ്രോഡക്റ്റിന് മുകളിൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എത്ര സത്യസന്ധമായിട്ട് പ്രൊഡക്റ്റ്? പറയാം. 80 2000 ബീവിന്റെ പ്രോഡക്റ്റിന് പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിച്ചു. ഉനൈസ് കേൾക്കുന്നുണ്ടോ? 80 സമദ് സർ കേൾക്കുന്നുണ്ടോ? അർഷദ് കേൾക്കുന്നുണ്ടോ? 2000 ബീവിന്റെ ബിസിനസ് 80 പ്രോഡക്റ്റ് ആണ് വീട്ടിൽ ഉപയോഗിച്ചത്. യെസ്, ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയാം. കാരണം അത് ആർക്കും പറഞ്ഞാല് വിശ്വാസാവില്ല. ആ ബോക്സ് ഒന്നും ഞാൻ കളയാറില്ല. ഒക്കെ വീട്ടില് സൂക്ഷിക്കാറുണ്ട്. കാരണം അതെ, കളഞ്ഞിട്ടില്ല. അവനോട് അത് ഡേറ്റ് വെച്ച് എഴുതി വെച്ചേക്കണം. ഇന്ന സീരിയൽ നമ്പർ, ഇന്ന പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചെങ്കിലേ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആളുകൾക്ക് അത് വിശ്വാസം ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ തെളിവ് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ എല്ലാ ബോക്സും ഞാൻ ഇവിടെ വീട്ടിൽ സൂക്ഷിക്കാണ്, പുറത്ത് കളയാറില്ല. പിന്നെ അതേപോലെ തന്നെ എനിക്കിപ്പോ കഴിഞ്ഞ വീക്കില് ഒരു ക്രീമർ കോഫിക്ക് ഓർഡർ കിട്ടിയത് 8ാമത്തെ ബോക്സ് ആണ്. അത് സാധാരണ ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു. 65 വയസ്സിന് മുകളിൽ ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മനോട് ഞാൻ പറഞ്ഞു ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എപ്പോഴാണ് പെൻഷൻ കിട്ടാറുള്ളത് ചോദിച്ചു ഞാന്. അപ്പൊ അവര് എനിക്ക് പെൻഷൻ കിട്ടിയ ക്യാഷ് കയ്യിൽ 1000 രൂപ ഉള്ളൂ, ബാക്കി ഇന്ന സമയത്ത് കിട്ടും പറഞ്ഞു. ആ കിട്ടുന്ന ഡേറ്റ് ഞാൻ വീട്ടിൽ പോകും. ബാക്കിയുള്ള ക്യാഷ് ഞാൻ കയ്യിൽ നിന്ന് വാങ്ങും. അവര് ക്യാഷ് ഒക്കെ എന്താ ചെയ്യില്ലെന്ന് ഞാൻ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയും കാലമായിട്ട് നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിന് സാധനം വാങ്ങി നിങ്ങളെ ക്യാഷ് നിങ്ങൾ ബോഡിക്ക് നിങ്ങൾ എന്താ കൊടുക്കുന്നത്? നിങ്ങൾക്ക് ആരോഗ്യം വേണ്ടേ? ഇത്രേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അവർക്ക് പെൻഷൻ കിട്ടുന്ന ക്യാഷ് കൊണ്ട് അവര് എന്റെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീക്കില് ഒരു ഐ കെയർ നമുക്കൊരു ഓർഡർ കിട്ടിയത് എങ്ങനെ വെച്ചാല് ഒരു വ്യക്തി ഉപയോഗിച്ച റെഫറൻസ് വഴിയാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. ഉപയോഗിച്ച ഒരാൾ പറഞ്ഞു അതെ. അതേപോലെ തന്നെ എനിക്ക് ദുബായിലേക്ക് 4 ഐപ്പിൾസിന് ഓർഡർ തന്നിട്ടുണ്ട്. അത് അവര് ക്യാഷ് അയക്കാം, ഈ ഫെബ്രുവരിയിൽ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അയച്ച അവർക്ക് 4 പ്രോഡക്റ്റ് കൊടുക്കണം. അടിപൊളി. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ എത്ര പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും? ടോട്ടല് ഒരു 600ന് മുകളിലേക്ക് കൊടുത്തു കാണും. കേൾക്കുന്ന സുഹൃത്തുക്കളെ, 600ഓളം പ്രൊഡക്റ്റ് അവര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചില്ലറക്കാരിയല്ല ആമിന മാഡം. അപ്പൊ താങ്ക് യു ആമിന മാഡം. വീട്ടിൽ റിസൾട്ട് ഉണ്ട്, അവർക്കും പേഴ്സണൽ റിസൾട്ട് ഉണ്ട്. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല, അവർക്ക് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. മനസ്സിലാക്കേണ്ടത് എത്ര ഉള്ളൂ, നമ്മളെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ ഗുണം കാണിക്കാം. ആമിന മാഡം 600ഓളം പ്രൊഡക്റ്റ് കൊടുത്തു, 80ഓളം പ്രൊഡക്റ്റ് വീട്ടിൽ ഉപയോഗിച്ച കോൺഫിഡൻസ് ആണ് അവർക്ക്. ആരെടുത്തും ധൈര്യമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ താങ്ക് യു ആമിന മാഡം. അപ്പോ സുഹൃത്തുക്കളെ, ഇന്ന് ഒരുപാട് ആളുകൾ കൊടുത്തതും റിസൾട്ട് ഉള്ളതും നിങ്ങൾ കേട്ടല്ലോ. എന്തുകൊണ്ട്? അവർക്ക് ഈ പ്രൊഡക്റ്റിലും കമ്പനിയിലും മേഖലയിലും വിശ്വാസം ഉള്ളത് കൊണ്ട് അവർ തന്നെ ഉപയോഗിച്ചു, അവർ തന്നെ റിസൾട്ട് ഉണ്ടാക്കി, അവർ തന്നെ പരസ്യപ്പെടുത്തി നന്നായിട്ട് കച്ചവടം നടക്കുന്നുണ്ട്. പുറച്ചു പോകാൻ ഇതിലും വലിയ മറുപടി വേറെ ഒന്നുമില്ല. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ടീമിനുണ്ടെങ്കിൽ നന്നായിട്ട് ബിസിനസ് നടക്കും. ഇത്ര ഉള്ളതിൽ പണി, കൂടുതലൊന്നുമില്ല. അപ്പോ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ടുകളും ഒരുപാട് കാര്യങ്ങളും അറിഞ്ഞു. 627ാമത്തെ വീക്കിലെ വരുമാനം നിങ്ങൾ ഒരിക്കലും മുടക്കരുത്. വരുമാനം നല്ല രീതിയിൽ വാങ്ങിക്കുക. തീർച്ചയായിട്ടും ഈ ആഴ്ച നിങ്ങൾക്ക് വരുമാനം കിട്ടും. വ്യാഴാഴ്ച ആയിട്ടുള്ളൂ. മലേഷ്യൻ ട്രിപ്പ് ഉണ്ട്, മിസ്സാക്കരുത് ആരും. എല്ലാവരും അത് പ്ലാൻ ചെയ്യുക, അതടിക്കുക, വിടരുത്. ഓക്കെ,
അപ്പൊ ഈ ആഴ്ച നല്ലൊരു ബിസിനസ് നടക്കട്ടെ, വലിയ മാറ്റങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താൻ സമയം എത്രയായി? ഓക്കെ, അപ്പൊ താങ്ക് യു. ഒരുപാട് ആളുകൾ റിസൾട്ട് പറഞ്ഞു, ഒരുപാട് കൊടുത്തു പറഞ്ഞു. വളരെയധികം സന്തോഷം. ആൻഡ് ഓവർ ടു ജസീർ സാർ. Okay, thank you so much, Munir sir. Thank you, Munir sir. Okay, thank you, Munir sir. Thank you, Munir sir. Thank you. ഒരു നല്ലൊരു താങ്ക്സ്, ഒരു ഹാഡ്സം നമ്മുടെ ഗ്രേറ്റ് ലീഡർ കൊടുക്കും. കാരണം ഇത്രത്തോളം വാല്യുബിൾ അല്ല ഒരുപാട് കാര്യങ്ങൾ. കാരണം ഇന്ന് നമുക്കറിയാൻ പറ്റും, സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, അത് സംസാരിച്ചു തുടങ്ങണം. ഇന്നിപ്പോ നമുക്കറിയാൻ പറ്റും ഒരുപാട് പേര് സെൽഫായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരും ഒരുപാട് പേര് റിസൾട്ടുകൾ എന്ത് ചെയ്തു നമുക്ക് ഇന്നത്തെ ഒരു മോർണിംഗിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നമ്മൾ സെല് ചെയ്യുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയി കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് മറ്റൊരാളുടെ ഈ ഒരു പ്രൊഡക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനി പറയുന്ന കാര്യം സെയിം തന്നെയാണ്. ഡ്രിങ്ക് ഇറ്റ്, ഫീൽ ഇറ്റ്, ഷെയർ ഇറ്റ്. നമ്മൾ ഉപയോഗിക്കുക, നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് അത് നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഐപ്പിൾസ് എന്താ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഇതൊരു തീരുമാനമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഇന്ന് ഇതുവരെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാത്ത വ്യക്തികളുണ്ടെങ്കിൽ കേട്ടല്ലോ സുഹൃത്തുക്കളെ, ജസീർ സാർ തീരുമാനമെടുത്തു ഇന്ന് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പോണേ? ഐപ്പിൾസ്. ഞാനിപ്പോ നിലവിൽ എന്റെ വീട്ടിൽ ബ്ലാക്ക് കോഫി, എന്റെ വീട്ടിൽ ഞാൻ നിലവിൽ ബ്ലാക്ക് കോഫി ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഐഗ്ലോ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലാക്ക് കോഫി ഉപയോഗിക്കുന്നുണ്ട്. ഐസ് മോഡി ഇവിടെ ഉണ്ട്. ഇതിൽ നിൽക്കണം. നോമ്പ് തുടങ്ങിയല്ലോ, നോമ്പ് തുടങ്ങിയതിന് ഇത് ഉപയോഗിച്ച് നമ്മൾ ട്രാക്കിലാവൂല. നോമ്പ് കഴിയട്ടെ. സാറേ, ആദ്യമായിട്ട് കഴിക്കുകയാണെങ്കിൽ കഴിക്കുന്ന രീതിയൊക്കെ അറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യാം സംശയം ഉണ്ടെങ്കിൽ. ഓക്കെ, അടിപൊളി. ഓക്കെ, എന്നാ അതിന്റെ പേര് ഓക്കെ. ഐഗ്ലോ ഓൾറെഡി യൂസ് ചെയ്താണ്. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോ നോമ്പൊന്ന് കഴിയട്ടെ. നോമ്പ് കഴിയാതെ നമുക്ക് ഡയറ്റിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതൊന്ന് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒന്നുകൂടി ചൊറുക്കൊന്ന് കൂടി റെഡിയാക്കാൻ. അപ്പോൾ ഞാൻ ഓവർ ടൈം എടുക്കുന്നില്ല, കുറച്ച് സമയം നമുക്ക് ലാഗ് ആയിട്ടുണ്ട്, കുറച്ച് ഓവർ ടൈം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീക്ക് നിങ്ങളുടെ മാക്സിമം പെർഫോമൻസ് കാഴ്ചവെക്കുക. റീറ്റെയിലിംഗ്, റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് എന്ത് ചെയ്യുക, എൻ്റെ കാര്യം കംപ്ലീറ്റ് ചെയ്യുക. മലേഷ്യൻ ട്രിപ്പ്, മലേഷ്യൻ കോൺടെസ്റ്റ് ആരും ഒരു കാരണവശാലും മിസ്സാക്കരുത്. മാക്സിമം എല്ലാവരും പ്ലാൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു അതിൽ മുനീർ സാർ. നന്ദി അറിയിക്കാൻ താങ്ക് യു ഓൾ. വേണ്ടിയിട്ട് നമ്മളെ കുഞ്ഞു സാർ വിളിക്കണം. ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് കൊടുത്തു, എത്ര പ്രൊഡക്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ അതിന്റെ പേര്. ഓക്കെ, കുഞ്ഞു സാർ കേൾക്കുന്നുണ്ടോ? നിലവിൽ ഇപ്പൊ എത്ര പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടാവും? നിലവിൽ സാറേ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ എണ്ണം വെച്ചിട്ടില്ല. എനിക്ക് തുടങ്ങിയാണെങ്കിൽ ഒരു 1000ന്റെ പുറത്ത് പോയിട്ടുണ്ടാ സാധ്യത ഉണ്ടാവും. 1000 പക്ഷെ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടോ? കൂടുതൽ ഞാൻ പറയില്ല, കാരണം അതിന്റെ കറക്റ്റ് അറിയാത്തതുകൊണ്ട്. കാരണം ഇതിനും ലീഡർമാർ ഇങ്ങനെ ചോദിക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഓക്കെ, അടിപൊളി. അപ്പോ വളരെ സന്തോഷം. അപ്പോ നന്ദി പറഞ്ഞോളൂ, നിങ്ങൾ വൈൻഡപ്പ് ചെയ്തു. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you all. Okay, thank you, sir. Thank you, sir.